ഓ ഇതിന് പറ്റി കുഞ്ഞുങ്ങളുണ്ട്. ഈ രണ്ട് കല്ലിന്റെ ഇടയ്ക്ക് അവിടെയോ ഒരാഴ്ച പഠിച്ചെങ്കിൽ ബക്കറ്റിന്റെ പകുതി എന്തായാലും വേണം. ഞാൻ ഈ കമ്പ് വെച്ചാൽ കുത്താൻ പോകണം. അപ്പൊ കുത്തുമ്പോ അവനോട് ചാടി വരും. നിങ്ങൾ ശ്രദ്ധിച്ചോണം. നോക്കി റെഡിയാണോ? അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മുടെ ഹരിക്കുട്ടനുണ്ട്, നമ്മുടെ കുഞ്ഞപ്പനുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിനകത്ത് ആമേനെ മേടിച്ചിട്ട് ഏകദേശം 3-4 മാസമായി. നമ്മൾ അതിനെ ശരിക്കും പറയും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കുളത്തിനകത്തെ വെള്ളം മൊത്തം നമ്മൾ വറ്റിച്ചിട്ട്, ആമയുണ്ട്, അതുകൂടാതെ അതിനകത്ത് കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ആമ മാത്രമല്ല, സർപ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പൊ കുറെ സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനകത്ത് എന്തൊക്കെ മീനാ ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യം വെള്ളം വറ്റിക്കണം കേട്ടോ. അതിന് മുമ്പ് നമ്മുടെ ക്യാമറ എന്താണ് ഗോപ്രോയുടെ ആവശ്യങ്ങളുണ്ട്. ഇതിനകത്ത് ക്യാമറ ഉണ്ടായിരുന്നു. ഇത് എന്റെ ഫോണത്, ഇതാണ് പുതിയ ഗെയിം. ഇത് മറ്റേ MPL എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇപ്പൊ നോച്ചിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് റണ്ണർ ഗെയിം ആണ് കേട്ടോ. റണ്ണർ ഗെയിം ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഈ സാധനമാണ്. ഇപ്പൊ ഇത് കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആ ഓൺ ദി സ്പോട്ട് നമുക്ക് പൈസ കയറും. നേരെ അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. നേരെ അക്കൗണ്ടിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് Paytm വഴിയോ അല്ലെങ്കിൽ UPI ഇപ്പൊ എല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പൊ UPI വഴിയോ സേഫ് ആയിട്ട് വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ കയറും. അടിപൊളിയല്ലേ? അപ്പൊ നമുക്ക് ടൈം ലാക്സ് വെക്കാനായിട്ട് നമ്മുടെ ഗോപ്രോ വേണം. അപ്പൊ ജിനോജൻ ഗെയിം കളിക്കട്ടെ, നമുക്ക് പോയി നമ്മുടെ ബാക്കി പണി ചെയ്യാം. വെള്ളം വറ്റിക്കാനായിട്ട് നമുക്ക് അതിന് മുമ്പ് നമുക്ക് കാര്യം ചെയ്യണമല്ലോ, വല എടുത്ത് മാറ്റണ്ടേ. അപ്പൊ കുഞ്ഞപ്പൻ ഹരിക്കുട്ടനോട് വലയൊന്നും എടുത്ത് മാറ്റിക്കേ. കുഞ്ഞപ്പ അവിടുന്ന് വല എടുക്കണേ. ഇങ്ങോട്ട് എടുത്തു. അവിടെ ഹരിക്കുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ട് അവിടെ ആമേനെ കാണോ? നീ ആ ആമയെ നമ്മൾ ഇവിടെ ഇട്ടിട്ട് അതിന് ശേഷം കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാവർക്കും ആമേനെ കാണിച്ചു കൊടുക്കാൻ പോവാ. ആമ വളർന്ന് കാണോ? വളർന്ന് കാണത്തില്ലയോ? വളർന്ന് കാണാൻ വഴിയില്ലെന്ന് ശ്രീക്കുട്ടി പറയുന്നു. ഹരിക്കുട്ടനാണ് എന്തോ സാധനമൊക്കെ അതിനകത്ത് ഉണ്ടല്ലേ. അപ്പൊ ഒരു കാര്യം ഹരിക്കുട്ട ഇത് പിടിച്ചേ, ഞാൻ പറയാം. നീ ജസ്റ്റ് ഇവിടെ മുക്കി പിടിച്ച് ഇങ്ങനെ മുക്കി പിടി. ഒത്തിരി കാലം പിടിക്കരുത്, ഇങ്ങനെ പിടിക്കണേ. നമ്മൾ ഇവിടുന്ന് വലിച്ചു വിട്ടാൽ മതി. അപ്പൊ വെള്ളം മൊത്തം പൊക്കോളും കേട്ടോ. ഹരിക്കുട്ട പൊക്കല്ലേ. നമ്മുടെ ഇതിന് വെള്ളം കയറി പോകുന്നുണ്ടോ? എന്റെ കൈ പിടിക്കുന്നുണ്ടോ? വെള്ളം പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു 10-15 മിനിറ്റിനുള്ളിൽ ഇത് ഫുള്ള് വറ്റും. അപ്പം ഹരിക്കുട്ടൻ ചോദിച്ച പോലെ ഇത് എന്തെങ്കിലും കയറി ഉടക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു വല ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. വല വെച്ചില്ലെങ്കിൽ അതേപോലെ പാലൊക്കെ കയറി ഇത് അടഞ്ഞു പോകും. ഹരിക്കുട്ട ഇപ്പൊ എന്താ സംഭവിച്ചത്? എന്നാ സംഭവിച്ചത്? കുഞ്ഞപ്പച്ചേട്ട വീണ് കേട്ടോ. കാണിച്ച്. വേറൊന്നും പറ്റിയില്ല. എന്തിനു പറ്റിയോ? സത്യം പറ. ചെറുതായിട്ടൊന്ന് ലാൻഡ് ചെയ്ത് കേട്ടോ. ഇതുണ്ടോ കുഞ്ഞപ്പൻ ഇവിടെ ഒരു ചെറിയൊരു മാർക്ക് തീർത്തിട്ടുണ്ടോ. കുഞ്ഞപ്പന്റെ സ്ഥലമാക്കിയിട്ട് കുഞ്ഞപ്പൻ അതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം 15 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് വെള്ളം എല്ലാം പറ്റും. ഹരിക്കുട്ടനകത്ത് എന്തോ തവളേനെയോ എന്തോ ജീവിനെ കണ്ടെന്നോ പറഞ്ഞു. എനിക്കറിയത്തില്ല. തവളയോ ആമയോ? നീ എന്തിനാ കണ്ടു അനങ്ങുന്നേ? പായല് കളഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം? നല്ല പായലല്ലേ, നിറഞ്ഞിരിക്കും അല്ലേ. എന്താണെങ്കിലും ആമ വലുതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് തീറ്റ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് എന്നാ പറയുന്നത്, മീൻ വെട്ടുന്നതിന്റെ വേസ്റ്റ് ഒക്കെ ഇടയ്ക്ക് കൊണ്ടിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ആമയുടെ ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നാച്ചുറൽ ആയിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ചെടിയൊക്കെ ഉണ്ട്, പ്ലാന്റ് ഒക്കെ നന്നായിട്ട് വളർന്നു വെക്കുന്നു. ഇഷ്ടം പോലെ ഇതുണ്ട്, കയറിയിരിക്കാൻ സ്ഥലമുണ്ട്. അപ്പൊ ആമയ്ക്ക് പറ്റിയ ഒരു നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ആമ കൂടാതെ ഇതിനകത്ത് വേറെ ഒത്തിരി മീനുകളുണ്ട് കേട്ടോ. അത് വറ്റിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. വറ്റിച്ചിടം വരെ നമുക്ക് എന്നാ എടുക്കാം? നിനക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് നീ എന്നാ പണിയാ ചെയ്തത്? ഒന്നും ചെയ്യാത്തവർ എന്തിനാ റെസ്റ്റ് എടുക്കുന്നത്? എടാ ഇവൻ ഭയങ്കര ഉടായിപ്പാട്ടോ. ഇവിടെ എന്ത് പഠിച്ചോ? അത് കേക്കട്ടെ. നല്ലതായിട്ട് പഠിച്ചു. അപ്പൊ 2 ദിവസമായിട്ട് ഹരിക്കുട്ടൻ പഠിക്കുന്നുണ്ട്. ഹരിക്കുട്ടൻ പഠിക്കുന്നുണ്ടെങ്കിൽ 2 ബക്കറ്റ് ഗപ്പീസ് വെയിറ്റിംഗ് ഫോർ ഹരിക്കുട്ടൻ. ഒരാഴ്ച പഠിച്ചെങ്കിൽ ബക്കറ്റിന്റെ പകുതി എന്തായാലും വേണം. അങ്ങനെ പറ്റത്തില്ല. നമ്മുടെ ഡീൽ എന്തായിരുന്നു? നമ്മുടെ ഡീൽ ഓക്കെ സമ്മതിച്ചു. നമ്മുടെ ഡീൽ എന്നായിരുന്നു? 2 ആഴ്ച കഴിഞ്ഞ് ഉടുപ്പിന്റെ ബട്ടൺസ് ഒക്കെ ഇട്. ആൾക്കാരൊക്കെ 2 ആഴ്ച കഴിഞ്ഞോ? 2 ആഴ്ച പഠിച്ചു കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ബക്കറ്റ് ഗപ്പീനെ തരാം എന്ന് പറഞ്ഞായിരുന്നു. 2 ബക്കറ്റ് ഗപ്പി. അപ്പൊ ഒരാഴ്ച പഠിച്ച 1 ബക്കറ്റ് ഗപ്പി വേണോ? അങ്ങനെ റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീകുട്ടി? ഇല്ല. 2 ആഴ്ച പഠിക്കുവാണെങ്കിൽ 2 ബക്കറ്റ് ഗപ്പി. അങ്ങനെ പകുതി. ഞാൻ ആലോചിക്കട്ടെ. പഠിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. നമുക്കപ്പോൾ എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ എന്താണെങ്കിലും ഇതിനകത്ത് പായൽ വയ്യ കോരി മാറ്റാൻ പോകണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ടാങ്ക് എന്നാലും അത്രയും വലിയ സെക്യൂർ ഒന്നുമല്ല. ഇതിനകത്ത് നിന്മാര് ചാടി പോകാനുള്ള ചാൻസും ഉണ്ട്. ചാടിപ്പോയി കാണൂടെ? ചാടിപ്പോയെങ്കിലും തിരിച്ചിതിനകത്ത് വരും കേട്ടോ. കാര്യം എന്താ വെച്ചാൽ വെള്ളം വളർത്തേക്ക് ആമ എത്തും.
നമ്മൾ ഒരാമേനെ ഒരുത്തനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ആ ഗ്യാപ്പിൽ കയറി ഇരിപ്പുണ്ട് കേട്ടോ. ഇച്ചിരി വലുതായല്ലേ? വലുതായിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ കേട്ടോ. എന്നാൽ വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഫുൾ ഒരു ഐഡിയ കിട്ടും. ഞാൻ ആമേനെ കണ്ടിട്ടുണ്ട്. ആമേനെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ആൾക്ക് നമ്മള് ഡയറി മിൽക്ക് സിൽക്ക് മേടിച്ച് കൊടുക്കുന്നതാണ്. എന്നിട്ട് ആ ഫോട്ടോ അവിടെയോ? അല്ല, അത് ഗോൾഡ് ഫിഷാ. അല്ല, അതിനാണ്ട് അവിടെ ഒന്നും ഇരിപ്പില്ല. ചുമ്മാ അങ്ങ് പറഞ്ഞോളൂ. എന്റെ നമ്പറാണ്. നീ എന്തിനാ? ഇല്ല, ഡയറി മിൽക്ക് സിൽക്ക് ആ ഫോട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടും. ഇതിന്റെ വിന്നറെ അറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി. ഞാൻ കാണിക്കട്ടെ? ഞാൻ 10 എണ്ണം അതിനു മുമ്പ് കണ്ടുപിടിച്ചിട്ട് ഞാൻ കാണിക്കും. 1 2 3 4 5 6 7 8 അല്ല 9 and 10 കഴിഞ്ഞു കേട്ടോ. കോമ്പറ്റീഷൻ കഴിഞ്ഞു. ഇറ്റ്സ് വെരി വിസിബിൾ. എല്ലാവർക്കും കാണാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കുന്നത്. ഞാൻ ഈ കമ്പ് വെച്ച് അവനെ കുത്താൻ പോകണം. അപ്പൊ കുത്തുമ്പോൾ അവനോട് ചാടി വരും. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, റെഡിയാണോ? അവിടെയല്ല ഞാൻ കുത്താൻ പോകുന്നേ. ഇവിടെയല്ല. ഓക്കെ, പുറത്തേക്ക് പോയ പിടിക്കണോ? കടിക്കോ? ഒന്നും ചെയ്യില്ലേ. നമ്മളിങ്ങനെ പുറത്ത് വെക്കാണ് കേട്ടോ. നമ്മൾ മേടിച്ചതിനേക്കാളും ഒന്നും അധികം വളർന്നിട്ടില്ല. പുള്ളി ആള് വളരെ ചെറുതായിട്ടിരിക്കുന്നു. പക്ഷെ ഇവന്റെ കളറൊക്കെ ഇച്ചിരി പോയി. എനിക്കിന്ന് പുറത്തൊക്കെ ഇച്ചിരി പായൽ പിടിച്ചിട്ടുണ്ട്. റെഡിയേഡ് സ്ലൈഡർ ആണ് കേട്ടോ. അപ്പൊ ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് കൈ കഴുകണം. ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ പിള്ളേരൊന്നും തൊടാനേ പാടില്ല. ഓക്കെ, ഡോണ്ട് ടച്ച്. ചേട്ടാ പോകുന്നുണ്ടോ? ഇതാണ് നമ്മുടെ സ്ലൈഡർ കേട്ടോ. പുള്ളി ഞാൻ പറഞ്ഞില്ലേ, ഇവൻ നേരെ കുളത്തിന്റെ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ആമ പോലുള്ള ജീവികൾക്ക് വെള്ളം സെൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കും, നമ്മൾ ഇവനെ എവിടെയാണ് വെച്ചത് അല്ലേ? കറക്റ്റ് പുള്ളി പോകുന്ന എങ്ങോട്ടാ നോക്കി? കുളത്തിന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സേഫ് ആയിട്ട് ഇവൻ ഓപ്പൺ ടെറസിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ എവിടെ ചാടിപ്പോയാലും തിരിച്ച് പുള്ളി ഫൈനലി അവിടെ തന്നെ ചെല്ലും. അവൻ പുറത്തിറങ്ങുമോ നമുക്ക് നോക്കാവേ. അന്ന് നമ്മൾ വെള്ളത്തിൽ ഇട്ടപ്പോഴേക്കും നമ്മുടെ ഒരാമേനെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള മീനുകളെ കാണിച്ചു തരാം. ഹരിക്കുട്ട വല തരും. അതായത് നമ്മുടെ ഗോൾഡ് ഫിഷ് 2 ഉണ്ട്. ഇത് കണ്ടോ? ഹരിക്കുട്ട ഗോൾഡ് ഫിഷ് അടുത്ത് കാണുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പ് ക്ലോസ് വേണ്ടേ? ഉണ്ടോ? ഒരു ഗോൾഡ് ഫിഷ് ഉണ്ട്. പാവല്ലേ? ആണെങ്കിൽ തിരിച്ചിട്ടോ. അധികം നേരം വെള്ളത്തിൽ പിടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഒരു ഗോൾഡ് ഫിഷ് ഉണ്ട്. ഒന്നല്ല 2-3 ഗോൾഡ് ഫിഷ് ഉണ്ട്. അവന്മാർ ഇതിനിടയ്ക്ക് എല്ലാം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ? അപ്പോൾ നമ്മളിത് നമ്മുടെ തടി എടുത്ത് നമ്മൾ മാറ്റുവാണ്. നമ്മൾ മേളിലേക്ക് വെക്കുവാണ് തടി. ഇനി അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നതിനകത്ത് ഏറ്റവും വലിയ മീനാണ്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മീൻ. കണ്ടോടാ ഇതുണ്ട് കേട്ടോ. കാണിച്ചിരാ. വെയിറ്റ്. എല്ലാവർക്കും ഇതിന് ഭയങ്കര പേടിയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ സക്കറിന് നമ്മൾ അതിനകത്ത് ഇടുന്നില്ല. സക്കറിന് നമ്മൾ നമ്മുടെ അരാപ്പങ്ങനെ കൊടുത്ത് ഇട്ടാലോ? ഇല്ലില്ല, ഒരു കുഴപ്പമില്ല. ഇവനെ ഒന്നും ചെയ്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സക്കറിനെ ഇവിടെ വിടുവാണ് കേട്ടോ. പുള്ളി പോയിട്ടുണ്ട്. റെറ്റൈലിന് കൂട്ടായി. അടുത്ത മീനെ കാണിച്ചുതരാം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത പല സാധനങ്ങളുണ്ട്. വേണ്ട മതി. അല്ലല്ല, ഞാൻ നോക്കട്ടെ. ഞാൻ ഇതിനകത്തൊക്കെ കൈ ഇടുവാണ് കേട്ടോ. കൈ ഇടുമ്പോഴേക്കും എന്തൊക്കെയാ എന്റെ കൈ ടച്ച് ചെയ്ത്. ആയിക്കോട്ടെ, എനിക്ക് സാധനം കിട്ടിയത് അങ്ങോട്ട് വെച്ചേടാ. നമ്മുടെ 2ാമത്തെ ആമ ഇത് ഉണ്ടല്ലോ. അപ്പൊ നമ്മള് 2 ചോദിച്ചോ. സ്ലൈഡ് ചെയ്ത് വരുന്ന കാണാനായിട്ടല്ലേ? അത് നമുക്ക് അവസാനം എല്ലാവരും കാണിച്ചു കൊടുക്കാം, നമ്മൾ തിരിച്ചിടുമ്പോഴേക്കും. ഓക്കെ, അപ്പൊ ഇവനൊരു കമ്പനി ആയിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നോളൂ. ഇനി ഇതിനകത്തുള്ള മീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇതിനകത്തുള്ള മീനിനെ കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കല്ലൊക്കെ എടുത്ത് മാറ്റണം. ഇനിയുള്ള മീനുകളെല്ലാം കല്ലിനിടയ്ക്ക് കയറിയിരിക്കുന്ന മീനുകളാണ്. സോ ഉമ്മാരെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മളത് പോസിബിൾ ആക്കും. ഓക്കെ, ഗൈസ്, നെക്സ്റ്റ് സാധനം. ഓ മൈ ഗോഡ്, ഇതുണ്ടോ? ഇതുണ്ടോ?
നമ്മുടെ കാര്യം എന്തോരം വളർന്നു നോക്കി. എന്റെ പൊന്നോ ഗൈസ്, ഞാൻ പിടിച്ച് കാണിച്ചു തരാം. ഞാൻ ചെറിയ കാര്യം നീട്ടാണ് ഇതിനെ കാണിച്ചു തരാം. പാമ്പല്ലടാ, അത് കാര്യ. ആ ഹരിക്കോട്ടെ ഓടിയോ? വേണ്ട കാര്യം കാണിച്ചു തരാം. കാര്യം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കാര്യം എന്ന് പറഞ്ഞ മീൻ. കണ്ടോ, കൊമ്പുള്ള മീനാണ്. നമ്മളൊന്ന് പിടിച്ചില്ലേ, നമ്മൾ ചൂണ്ടയിട്ടുകൊണ്ട് പിടിച്ച രണ്ടെണ്ണത്തിന് നമ്മൾ കൊണ്ട് ഇതിനകത്ത് ഇട്ടാണത്. കണ്ടല്ലോ, ഒരെണ്ണം. ഇതൊന്നുമല്ല ഗൈസ്, ഇതിനേക്കാളും വലിയ സാധനമുണ്ട്. ഞാൻ കാണിച്ചു തരാം. കയറി ഇത് കണ്ടോ. ഇതിനെ എന്നെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ വളർത്തുന്നതായതുകൊണ്ട് ഞാൻ ഇവനെ ഹേർട്ട് ചെയ്യുന്നില്ല. നമ്മൾ മാക്സിമം സേഫ് ആയിട്ട് തന്നെ പിടിക്കുവാണ് കേട്ടോ. ഓ, ഇതിന് പറ്റി കുഞ്ഞുങ്ങളുണ്ട്. ആണോ? മുട്ടയുണ്ട്. വേണ്ടേ ഞാൻ കാണിച്ചില്ല. ഇതിന്റെ വയറ് കണ്ടേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, വയറ് വീർത്തിയുണ്ടോ ഗൈസ്? ഇതിന്റെ വയറ്റ് മുട്ടയുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് നമ്മുടെ ടാങ്കില് ഉടനെ തന്നെ കാരി മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതാണ്. ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചാനലിൽ ഇടും കേട്ടോ. കാര്യം ഞാൻ ഒരിക്കലും ഇതിനെ കൊണ്ടിട്ടപ്പോഴേക്ക് ഇത് ഇത്രയും വളരുമെന്നോ ഇത്ര നാൾ കിടക്കുമെന്നോ ഇങ്ങനെ വയറ്റിൽ മുട്ട ഉണ്ടാവുമെന്നോ ഒരിക്കലും വിചാരിച്ചില്ല. നമുക്ക് ഉള്ളതിൽ ഏറ്റവും വലുത് ഒരെണ്ണമാണ്. ഞാൻ ഇതിനൊന്നും ഹേർട്ടൊന്നും ചെയ്യുന്നില്ല. തിരിച്ച് അങ്ങോട്ട് തന്നെ വിടുവാണ് കേട്ടോ. ഇതുണ്ട്, അവൻ പോയി. അടിപൊളി. എന്താ സൈസ് നോക്കി? അവനല്ല. പിന്നെ ഇതേ ഉള്ളത് നമ്മുടെ കല്ലട. ഇത് കല്ലടയാണ് കേട്ടോ. നമ്മൾ കല്ലടനെ ഇട്ടായിരുന്നു. ശരിക്കും നമ്മുടെ ഈ അക്വേറിയത്തിൽ കൂടുതലായിട്ടുള്ളത് നാടൻ മീനുകളാണ്. ഇത് കണ്ടോ, കല്ലട, നമ്മുടെ കല്ലേമുട്ടി അല്ലെങ്കിൽ ചെമ്പല്ലി അല്ല, അനാബാസ് കേട്ടോ. ഇവനുണ്ട്. പോട്ടെ. ആയിരിക്കട്ടെ. നമ്മുടെ ക്യാമറയുടെ ബാറ്ററി തീരാറായാലോ? ബാറ്ററി ജിനാജിന് ഇപ്പോഴും ഗെയിം കളിയാണോ? റണ്ണർ അല്ല, ഇതിനകത്ത് ഇതുണ്ടോ, ഫ്രൂട്ട് ചോപ്പർ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. അതും സെയിം ആണ്. നമ്മൾ കളിച്ച് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റന്റിൽ പൈസ നമ്മുടെ പേടിഎം വഴിയോ അല്ലെങ്കിൽ UPI ട്രാൻസ്ഫർ വഴിയോ നമ്മുടെ അക്കൗണ്ടിലോട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഗെയിം കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ ബാറ്ററി എടുത്തിട്ട് പോയിട്ട് ബാക്കി പണി നടത്താം കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ബാറ്ററി യൂസ് ചെയ്യണം കേട്ടോ. നമ്മൾ ഗോപ്രോയുടെ ഏകദേശം 1.5 മണിക്കൂർ ചാർജ് നിൽക്കാറുണ്ട്. പക്ഷെ ഞാൻ മറ്റേ ഫുൾ ബാറ്ററി ചാർജ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്തും അധികം ചാർജ് ഒന്നുമില്ല, 42% ഉള്ളൂ. മതി. കേറി പൊത്തുന്നില്ല. ഇതിനടിയില്ലോ? ഓ, മഞ്ഞക്കുരി. അപ്പൊ ഇനി നമ്മുടെ ടാങ്കിലുള്ള ഞാൻ കൊണ്ടിട്ടൊരു മീനാണ് നമ്മുടെ ആറ്റിലൊക്കെ ഉള്ള മഞ്ഞക്കൂരി അല്ലെങ്കിൽ മഞ്ഞേട്ട എന്ന് പറയുന്ന സാധനം. ഞാൻ കാണിച്ചുതരാം. അയ്യോ, മഞ്ഞേട്ട, മഞ്ഞളേട്ട എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ. ഇത് കണ്ടോ, ഇവനുണ്ട്. ഇതിന്റെ 2 3 എണ്ണം നമ്മുടെ ടാങ്കിലുണ്ട് കേട്ടോ. 2 3 എണ്ണം ഉണ്ട്, കണ്ടല്ലോ. അപ്പൊ ഇവനെ നമ്മൾ തിരിച്ചു വിടുവാണ്. എന്നാ കാര്യം? വൃത്തിയാക്കുന്ന നല്ല പണിയാണല്ലേ. ഇത് ഇഷ്ടം പോലെ മീനുകളുണ്ട്. ഇവന്മാരെയൊക്കെ നമ്മൾ ഇനി കുറേം കൂടെ നാച്ചുറൽ നമ്മുടെ നാടൻ മീനുകൾ ആഡ് ചെയ്ത് ഞങ്ങൾ ഇതൊരു വലിയൊരു കുളമാക്കി ഞങ്ങൾ മാറ്റും കേട്ടോ. കാര്യം മുട്ടയുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിറച്ച് കുഞ്ഞുങ്ങളായിരിക്കും. ആ, പോയിട്ട് വേട്ടം. നീയല്ലേ പറഞ്ഞ താഴെ പോവാന്ന്? എന്തിനാന്നോ? നീയല്ലേ പറഞ്ഞ താഴെ പോവാന്ന്? എന്തിനാ താഴെ പോന്നേ? ഓ, എന്നിട്ടാണ് നീ എന്റെ അടുത്ത് ചോദിക്കുന്നത് എന്തിനാന്ന്? ഡാരൻ കേബൻ. കുഞ്ഞപ്പാ, എടാ വീഡിയോ ലൈക്ക് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുന്നതാരും കമന്റ് ചെയ്യുന്നതാരും നീ പറയുന്നില്ലേ? സബ്സ്ക്രൈബ് ചെയ്ത് പറയാൻ പറ്റില്ല. ഒന്ന് പറഞ്ഞു സബ്സ്ക്രൈബ് എന്ന്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ കേട്ടെ. പ്ലീസ് സബ്സ്ക്രൈബ്. എന്താ സബ്സ്ക്രൈബ്? അവൻ ഇത്രയും പാടുപെട്ട് പറഞ്ഞല്ലേ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇനി വരുന്ന വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ലൈക്ക് 690,000 ലൈക്ക് വേണം ഹരിക്കോട്ടന് കേട്ടോ ഇന്ന്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. 690,000. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്.